ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം ഒരു 3.5 ഇയേഴ്സായി നീറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു നീറ്റ് പ്രിപ്പറേഷനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കൂടെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരുത്തില്ല എന്ന് തോന്നുന്ന കുറച്ച് മിസ്റ്റേക്സ് ഇല്ലേ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുത്തി, ബട്ട് എഗെയിൻ ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയത്തി നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾ ഒരിക്കലും വരുത്തരുത് എന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആൻഡ് ഐ എം 100% ഷുവർ ദാറ്റ് ദിസ് വീഡിയോ ഇസ് ഗോണ ബെനിഫിറ്റ് യു എ ലോട്ട്. സോ വാച്ച് ടിൽ ദി എൻഡ്. ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഗ്നോറിങ് NCERT ഓർ റീഡിങ് ഇറ്റ് കാഷ്വലി. ദിസ് അലോൺ കോസ്റ്റ് യു ഓൾമോസ്റ്റ് ഒരു 50 to 80 മാർക്സ് കുറയ്ക്കും നിങ്ങൾ NCERT അങ്ങനെ കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ. ഞാൻ NCERT പിന്നെ വായിക്കാം, അല്ലെങ്കിൽ എനിക്കിത് ഓൾറെഡി അറിയുന്നതാണ്, അല്ലെങ്കിൽ ഈ NCERT വായിക്കുന്നതിനേക്കാളും സുഖം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ നോട്ട്ബുക്സ് വായിക്കുന്നതാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം നീറ്റ് എക്സാം എന്ന് പറയുന്നത് യു ഓൾ നോ ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക്. ആകെ നിങ്ങൾക്ക് +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് നിങ്ങളുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. സോ സ്റ്റിക്ക് ഓൺ ടു NCERT ആസ് സച്ച് അതൊരു ക്വസ്റ്റ്യൻ പേപ്പറാന്ന് കരുതിയിട്ട് പഠിക്കുക. ആൻഡ് റിവൈസ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. 1 2 തവണയല്ല, എത്ര തവണ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും തവണ പഠിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോയ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് NCERT റിവൈസ് ചെയ്യാൻ പറ്റും. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ഫുൾ, അതായത് കംപ്ലീറ്റ് എല്ലാ ലൈനും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊരു ആവശ്യമില്ലല്ലോ. കാര്യം എല്ലാ ലൈൻസും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാൻ നോക്കും. രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവോയ്ഡിങ് ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാംസ് ഫീലിംഗ് ദാറ്റ് യു ആർ നോട്ട് റെഡി, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ടെസ്റ്റ് അപ്പിയർ ചെയ്ത് തുടങ്ങാം എന്ന് ചിലപ്പോൾ ചിലർ വിചാരിക്കും. പക്ഷേ അതൊരു വലിയ മണ്ടത്തരാണ്. കാരണം ഒരിക്കലും നമ്മുടെ സിലബസ് ഇസ് നെവർ ഗോയിങ് ടു ബി കംപ്ലീറ്റ്. കാര്യം നമുക്ക് ഒരു 80ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ 80 ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയുമ്പോഴേക്ക് ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും മറക്കും. വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുമ്പം രണ്ടാമത് പഠിച്ചത് മറക്കും. ഇങ്ങനെ ഈ ഒരു വൺ ഇയർ ജേർണിയിൽ നിങ്ങൾ പഠിച്ചത് ചിലത് ഓർക്കും, ചിലത് മറക്കും, അത് വീണ്ടും പഠിക്കും, വീണ്ടും മറക്കും. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ സിലബസ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചു എന്ന് എനിക്ക് തോന്നുമ്പം ടെസ്റ്റ് അപ്പിയർ ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ മാറ്റണം. അവോയ്ഡിങ് എക്സാംസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ഗ്രോത്തിന് തുല്യമാണ്. സ്റ്റാർട്ട് എക്സാംസ് ഏർലി, ഈവൻ ഇഫ് നിങ്ങൾ മാർക്സ് ഒക്കെ ലോ ആണെങ്കിൽ പോലും, ഈവൻ ഇഫ് ഇറ്റ് ഹേർട്സ്, സ്റ്റാർട്ട് എക്സാംസ് ആസ് ഏർലി ആസ് പോസിബിൾ. അടുത്ത വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ എക്സാംസ് എഴുതുന്നുണ്ട് ബട്ട് യു ആർ നെവർ അനലൈസിങ് ഇറ്റ് പ്രോപ്പർലി. അതിലും വലിയൊരു മിസ്റ്റേക്കാണ്. ഞാനൊക്കെ ആദ്യം എഴുതിയ കുറേ എക്സാംസ് അങ്ങനെയായിരുന്നു. ഈ മിസ്റ്റേക്ക് അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ കുറേ സമയം പോകുമല്ലോ, ആ സമയത്ത് എനിക്ക് തിയറി വായിക്കാം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വലിയ മണ്ടത്തരാണ്. നിങ്ങൾ എന്ത് ചെറിയ എക്സാം എഴുതിയാൽ പോലും നിങ്ങൾ കുറച്ച് നേരം ആ ഒരു എക്സാം പേപ്പർ അനാലിസിസിന് കൊടുക്കണം. കാരണം അതിൽ നിങ്ങൾക്ക് തെറ്റിയ ആൻസേഴ്സ് എന്തൊക്കെയാണ്, തെറ്റാനുള്ള കാരണം എന്താണ്, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാത്തതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ എറർ ആണോ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തന്നെ മിസ്റ്റേക്സിനെ അനലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ശരിയാക്കിയ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ എക്സാംസിൽ തെറ്റ് വരുത്തിയ ഉത്തരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങളായിരിക്കും. കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു ഏരിയ, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ല. സോ ദാറ്റ് ഞാൻ എഗെയിൻ അത് റീവിസിറ്റ് ചെയ്യണം, എഗെയിൻ ഞാനത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയാലും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സാം പേപ്പർ അനാലിസിസും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യണം. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്റ്റഡിങ് റാൻഡംലി വിത്തൗട്ട് എ ക്ലിയർ പ്ലാൻ. അതായത് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ബയോളജി പഠിക്കാനാണ് മൂഡ്, ഓക്കെ ഞാൻ ഇന്ന് ബയോളജി പഠിക്കാം. നാളെ ഞാൻ ഫിസിക്സ് പഠിക്കാം. മറ്റന്നാൾ ഓക്കെ എനിക്ക് റിവിഷൻ്റെ ടൈം, അടുത്ത ദിവസം സ്കിപ്പാക്കാം. ഇങ്ങനെ ലൈക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു 1 ഇയർ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് റിവിഷൻ ചെയ്ത് കുറേ ടെസ്റ്റ് പേപ്പറൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഈ ഒരു പ്രിപ്പറേഷനെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റില്ല. സോ നമുക്ക്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ പലരും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുന്ന ആളുകളായിരിക്കും, ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യണം ആൻഡ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ പ്ലാനിനനുസരിച്ച് അതൊക്കെ പഠിച്ചു തീർക്കേണ്ട നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് പ്ലാൻ നിങ്ങൾ ഓരോ വീക്കിലും ഉണ്ടാക്കാം. അതായത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ വീക്ക്ലി പ്ലാൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലാസ്സസിന്റെയും അല്ലെങ്കിൽ എക്സാംസിന്റെ ഒക്കെ പ്ലാൻ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ഇനി അത് നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ സമയം എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾ വീക്കിലി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ഒരു ദിവസം ഫിസിക്സ് ആണ് രാവിലെ തൊട്ട് ഉച്ചവരെ പഠിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തത്, പക്ഷെ അന്ന് രാവിലെ എണീച്ചപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ ഒരു മൂഡില്ല, ആ സമയത്ത് നിങ്ങൾക്ക് ബയോളജി പഠിക്കാനാണ് മൂഡ് എന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ഷിഫ്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നിങ്ങൾ രാവിലെ ബയോളജി പഠിച്ചിട്ട് നിങ്ങൾ അന്ന് രാത്രി ബയോളജി പഠിക്കാനിരുന്ന സമയത്ത് ഫിസിക്സ് പഠിക്കാൻ നോക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം പലപ്പോഴും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, അതായത് നീറ്റ് എക്സാം ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കോ എൻ്റെ സ്ട്രെങ്സും എൻ്റെ വീക്ക് ആയിട്ടുള്ള ഏരിയാസൊക്കെ മനസ്സിലാക്കി ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ എന്നെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴായിട്ട് വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ അന്വേഷിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു മെന്റർഷിപ്പ് പ്ലാറ്റ്ഫോം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഇപ്പോൾ മെഡിക്കോസ് ഡിസൈൻ ചെയ്ത, മെഡിക്കോസ് റൺ ചെയ്യുന്ന ഒരു അമേസിംഗ് മെന്റർഷിപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. നീറ്റ് വേഴ്സ് എന്നാണ് ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പേര്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രാക്കിങ്ങും പേഴ്സണൽ അറ്റൻഷനും അതുപോലെ തന്നെ മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് ഒരു നീറ്റ് ആസ്പിരന്റിന്റെ മാർക്ക് അതിന്റെ ഹയസ്റ്റിൽ എത്തിക്കുക എന്നുള്ളൊരു എയിമിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരു മെന്റർ വന്നിട്ട് മാസമായിട്ട് കുറേ സ്റ്റുഡൻസിന് ഒന്നിച്ച് മെന്റർഷിപ്പ് കൊടുക്കുക അങ്ങനെയൊന്നല്ല, 1-to-1 ആയിട്ട് ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ സ്ട്രെങ്സ് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന മെന്റർഷിപ്പാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്, ഇത് നടത്തുന്നത് നീറ്റ് എക്സാം ഒക്കെ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള, അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു ഫേസിൽ കൂടെ ഓൾറെഡി കടന്നുപോയി അത് നല്ല ഹയസ്റ്റ് മാർക്കോടെ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഈ ഒരു മെന്റർഷിപ്പ് നടത്തുന്നത്. അതായത് ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണി എത്ര ഡിഫിക്കൽട്ടാണ്, അതെങ്ങനെയൊക്കെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയുന്ന കുട്ടികൾ തന്നെയാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരാൻ പോകുന്നത്. ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞാൽ, ഓരോ വീക്കിലും അവർ ക്വിസസ് നടത്തും. ആൻഡ് ഈ ക്വിസസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവരത് ഭയങ്കര കെയർഫുള്ളി പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അത് നിങ്ങളൊരു പ്രോപ്പർ റിവിഷന് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ പ്രോഗ്രസ് ഫ്ലെക്സ് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറെ ഇനീഷ്യേറ്റീവ്സ് അവർ ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവരിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അവർ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ MBBS സ്റ്റുഡൻറ്റും മാക്സിമം ഒരു 3 നീറ്റ് ആസ്പിരന്റിന് വരെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുള്ളൂ. സോ ഓരോ കുട്ടിക്കും മാക്സിമം പേഴ്സണൽ കെയറും അറ്റൻഷനും പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കാണ് അവർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ്. അതായത് ഒരു മന്തിൽ വെറും 499 rupees ആണ് അവരുടെ ഫീസ് വരുന്നത്. ഇത് കൂടാണ്ട് കുറെ ഡിസ്കൗണ്ട്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അവരുടെ റിവ്യൂസ് ഒക്കെ വായിച്ചിരുന്നു. എല്ലാ കുട്ടികൾക്കും ഭയങ്കര സേഫ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവർ കൊടുക്കുന്നത്. ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, എന്നാൽ ഓരോ കുട്ടിയുടെയും സ്ട്രെങ്സും അതുപോലെ തന്നെ വീക്ക്നെസ് ഒക്കെ അറിഞ്ഞ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അവർ മാക്സിമം പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഹെസിറ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് അവരുടെ ഡൗട്ട്സും അവരുടെ സ്ട്രഗിൾസും അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അവരിവിടെ കൊടുക്കുന്നത്. ഓരോ കുട്ടിയുടെയും പഠിക്കാനുള്ള ബുദ്ധിമുട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവർ ഈ ഒരു റൂട്ട് കോസ് കണ്ടെത്തി അതിനെ മാറ്റിയിട്ട് ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ഗൈഡൻസും ഒക്കെ തന്നുകൊണ്ട് നിങ്ങളുടെ മാർക്സ് മാക്സിമം എൻഹാൻസ് ചെയ്യും. സോ നീറ്റ് വേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഓൾ ദ നീറ്റ് ആസ്പിരൻസ് ഔട്ട് ദെയർ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നീറ്റ് വേഴ്സ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട്. വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഓവർലോഡിങ് ദ റിസോഴ്സസ്, അതായത് ടൂ മെനി ബുക്സ്, ടൂ മെനി ഗൈഡ്സ് അല്ലെങ്കിൽ ടൂ മെനി ടീച്ചേഴ്സ്, ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ കൊണ്ട് ഭയങ്കരമായിട്ട് ഓവർലോഡ് ചെയ്താൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അല്ലേ? ഇതിൽ ഏത് പഠിക്കണം? അതായത് നമ്മൾ ഡെപ്തിൽ പഠിക്കുന്നതിന് പകരം വൈഡായിട്ട് വിട്ടിൽ പഠിക്കാൻ തുടങ്ങും. പക്ഷേ നമുക്ക് വേണ്ടത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഡീപ്പായിട്ടുള്ളൊരു പഠന രീതിയാണ്. അപ്പോൾ ഒരുപാട് ഗൈഡൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം സ്റ്റിക്ക് ഓൺ ടു വൺ ഗൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ക്ലിയർ ചെയ്യുക.
അതും പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് PYQs. അപ്പോൾ PYQs നോക്കണം. ആൻഡ് ഇത് കൂടാണ്ട് ജസ്റ്റ് 1 more ഗൈഡ് മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് ടൂ മെനി റിസോഴ്സസ് ആവുന്ന സമയത്ത് യു മേ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടായിപ്പോ. അപ്പോൾ ഭയങ്കര വൈഡായിട്ട് പഠിക്കുന്നതിന് പകരം ട്രൈ ടു സ്റ്റഡി ഇൻ ഡെപ്ത്. ഓക്കെ, അടുത്ത ഒരു റെഡ് ഫ്ലാഗ് ഇൻ നീറ്റ് പ്രിപ്പറേഷൻ ജേർണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും കമ്പാരിസൺ. കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ മൈൻഡ് ഓൾറെഡി നമ്മൾ ഭയങ്കര വീക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് കിട്ടില്ലേ, കിട്ടുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ലാസ്റ്റ് എല്ലാം കൂടെ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടിരിക്കും. നമുക്ക് പഠിക്കാനുള്ള എനർജിയെ പോകും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. അവരും കഷ്ടപ്പെട്ട് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അതിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കഷ്ടമായിരിക്കും. അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എസ്പെഷ്യലി വേറൊരാളുടെ മാർക്കും റാങ്കും ഒന്നും വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫിനെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ മാർക്സും നിങ്ങളുടെ തന്നെ പ്രോഗ്രസ്സും ഒക്കെ അത് മാത്രം കമ്പയർ ചെയ്യുക. നിങ്ങളുടെ പാത്ത്, നിങ്ങളുടെ പ്രോഗ്രസ്, നിങ്ങളുടെ റാങ്ക് അത് തന്നെ നോക്കുക. ആൻഡ് വേറൊരാളെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ വാല്യൂ ചെയ്യരുത്. അടുത്ത വേറൊരു മിസ്റ്റേക്കാണ് വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ ടു സ്റ്റാർട്ട്. അതായത് ഒരു മോട്ടിവേഷൻ വന്നാൽ ഞാൻ തുടങ്ങാം, അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കാം. അങ്ങനെ വിചാരിച്ചാൽ മോട്ടിവേഷൻ ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. എസ്പെഷ്യലി നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു 1 year അല്ലെങ്കിൽ 2 years ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ജേർണിയാണ്. അപ്പം എപ്പോഴും നിങ്ങൾ മോട്ടിവേഷന് വെയിറ്റ് ചെയ്തിരുന്നാൽ ഇറ്റ്സ് നെവർ ഗോണ കം. അതായത് മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമുക്കിവിടെ വേണ്ടത് ഡിസിപ്ലിനാണ്, സെൽഫ് ഡിസിപ്ലിനാണ്. അപ്പോൾ മോട്ടിവേഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചേ മതിയാവൂ. നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് എഫേർട്സ് ഇട്ടേ മതിയാവുള്ളൂ. അപ്പോൾ മോട്ടിവേഷനെ വെയിറ്റ് ചെയ്ത് ഇരിക്കരുത്. അതായത് പഠിക്കാനുള്ളൊരു റൈറ്റ് ടൈം അങ്ങനത്തെ ടൈമൊന്നുമില്ല. നമ്മൾ ടൈം ഉണ്ടാക്കണം. ഈവൻ നിങ്ങൾ ബാഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മൂഡും ഇല്ലാത്ത ദിവസത്തിൽ പോലും ഒരു 2-3 മണിക്കൂർ പഠിക്കാൻ നോക്കുക. അതായത് ഇന്റൻസിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം അങ്ങ് 10-14 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം 2 മണിക്കൂർ പഠിച്ചു, പിന്നെ ഫുള്ള് കിടന്നുറങ്ങി. എന്നാൽ അടുത്ത ദിവസം ഇതേപോലെ 2 മണിക്കൂർ പഠിച്ചു, അതിൻ്റെ അടുത്ത ദിവസം 14 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. ഇങ്ങനെ ഒരു ദിവസം ഭയങ്കര ഇന്റൻസ് ആയിട്ട് പഠിച്ച് പിറ്റേ ദിവസം ഒന്നും ഇല്ലാണ്ടായി പോയാൽ ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ് അല്ലേ. അപ്പൊ ഇടയ്ക്ക് അങ്ങ് പഠിത്തത്തിൽ അങ്ങ് ഇന്റൻസിറ്റി അങ്ങ് കുട്ടിക്കളയാന്നുള്ളതിനേക്കാൾ കൂടുതൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാനൊക്കെ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് എക്സാംസിനൊക്കെ മാർക്കൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ലാണ്ട് എനിക്ക് പഠിച്ചു പോകാനൊക്കെ പറ്റുമായിരുന്നു. എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു തോട്ടായിരുന്നു, എപ്പോഴും ഉള്ളൊരു പേടിയായിരുന്നു. എനിക്ക് നീറ്റ് കിട്ടുമോ, ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ അന്ന് എന്തെങ്കിലും ആയി പോവോ. അത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കാൻ കുറേ പേരുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ആരെങ്കിലുമൊക്കെ. അതായത് ഇപ്പം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഇപ്പം മാർക്ക് കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഫൈനൽ നീറ്റ് എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇങ്ങനെ നെഗറ്റീവ് പറയാനൊക്കെ കുറേ പേരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട സമയം നമ്മൾ അറിയാണ്ട് കുറേ പോകും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുക, അതായത് ഐ എം ഗോണ ക്രാക്ക് ദിസ് എക്സാം. എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു MBBS ഗവൺമെൻറ് MBBS സീറ്റ് ഉണ്ട്. മേ ബി MBBS മാത്രമായിരിക്കില്ല, നിങ്ങൾ ചിലപ്പോൾ വെറ്റിനറി നോക്കുന്നുണ്ടാവും, ഒരു BDS നോക്കുന്നുണ്ടാവും. വട്ട് എവർ ബി യുവർ ഡ്രീം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആസ്പയർ ചെയ്യുന്നത് അതെനിക്ക് ഒരു വർഷം കഴിഞ്ഞാൽ, ഇനിയിപ്പം നിങ്ങൾക്കൊരു 6 months ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ, ഒരു 6 months കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ വെയിറ്റിംഗ് ഫോർ മീ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ പഠിക്കുക. അത് എപ്പോഴും ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നിങ്ങനെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ തന്നെ എനിക്ക് ഈവൻ നല്ല രീതിക്ക് മാർക്സ് കിട്ടിയാൽ പോലും അങ്ങനെ ഒരു തോട്ട്, ആ ഒരു നെഗറ്റീവ് തോട്ട്, എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാത്ത രീതിക്ക് അങ്ങനെ തോട്ട്സ് വരുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെങ്ങനെങ്കിലും മാറ്റാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ മനസ്സിൻ്റെ അടുത്ത് പറയാം, ഇല്ല എന്തായാലും എനിക്കൊരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടും, ഞാൻ എന്തായാലും എൻ്റെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ മൈൻഡിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ്, യു ജസ്റ്റ് നീഡ് ടു കീപ് ഗോയിങ് കറക്റ്റ്ലി. ആൻഡ് വൺ ഡേ, കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വൈറ്റ് കോട്ടൊക്കെ ഇരുന്ന് യു വിൽ ബി റിമെമ്പറിങ് ദിസ് ഫേസ് വിത്ത് ടിയേഴ്സ്, നോട്ട് ഓഫ് പെയിൻ ബട്ട് ഓഫ് പ്രൗഡ്. ഭയങ്കര പ്രൗഡായിട്ട് നിങ്ങൾ ഈ ഒരു സെൽഫിനെ, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഫേസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. അപ്പോൾ യു വിൽ ബി സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് യു. അതായത് ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്ന, ഇപ്പം നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നിങ്ങളുടെ
കുഞ്ഞു സെൽഫില്ലേ, ആ സെൽഫിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് വിൽ ബി സോ പ്രൗഡ് ഓഫ് യു. അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്, കാരണം അത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.